നമസ്കാരം. ബേസ് അക്കാഡമിയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡെയ്സി. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് വിഭക്തിയാണ്. സമാസം എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ വിഭക്തിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് വിഭക്തി പഠിക്കാം. വിഭക്തി എന്നാൽ ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയത്തിന് പറയുന്ന പേരാണ് വിഭക്തി. കേൾക്കുമ്പോൾ വലിയ സംഭവം തോന്നും, പക്ഷെ വളരെ നിസ്സാരമാണ്. ഒരു നാമപദത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധത്തെ കുറിക്കുന്ന പ്രത്യയം. ഇന്ത്യ തലസ്ഥാനം ന്യൂഡൽഹിയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന നാമപദത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധത്തെ കുറിക്കാൻ നമ്മൾ ഉടേ എന്നുപയോഗിക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ വിഭക്തി ഉപയോഗിക്കുന്നത്. അതുപോലെ ആകാശ് അച്ഛൻ മിഠായി കൊടുത്തു. ആകാശിന് അച്ഛൻ മിഠായി കൊടുത്തു. അവിടെ ഇനി എന്ന് പറയുന്നത് വിഭക്തിയാണ്. മലയാളത്തിൽ വിഭക്തികളുടെ എണ്ണം 7. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ നിപ്രസം ഉപ്രസം ആ എന്ന് പറയാം. അതായത് നീ എന്ന് പറയുന്നത് നിർദ്ദേശിക, പ്രായ എന്ന് പറയുന്നത് പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. അതിന്റെ ആദ്യ പദങ്ങൾ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ പറഞ്ഞത് നിപ്രസം ഉപ്രസം ആ. അതായത് നാമനിർദ്ദേശിക, നാമം മാത്രം പറയുന്നത് നിർദ്ദേശിക, അതിന്റെ കൂടെ പ്രത്യയം ഒന്നുമില്ല. ഇപ്പൊ രാമൻ എന്ന് പറയുകയാണെങ്കിൽ രാമൻ എന്ന് പറഞ്ഞാൽ അത് നിർദ്ദേശിക വിഭക്തിയാണ്. പ്രത്യയമില്ലാതെ നാമം മാത്രം പറയുന്നതാണ് നിർദ്ദേശിക വിഭക്തി. നാമം മാത്രം നിർദ്ദേശിക. എന്നാൽ പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ ആണ്. രാമനെ. സംയോജികയുടെ പ്രത്യയം ഓട്, രാമനോട്, രാമനോട് പറഞ്ഞു. ഉദ്ദേശിക ക്ക് അല്ലെങ്കിൽ ന്, രാമന്. അടുത്തത് പ്രയോജിക. പ്രയോജിക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യയം ആൽ ആണ്, രാമനാൽ. അടുത്തത് സംബന്ധിക. സംബന്ധികയുടെ പ്രത്യയം ഇന്ത്യ അല്ലെങ്കിൽ ഉടേ, രാമന്റെ അല്ലെങ്കിൽ സീതയുടെ. ആധാരിക ഇൽ അല്ലെങ്കിൽ കൽ, അതായത് രാമനിൽ. എന്നിങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുമെങ്കിലും ഒരു പദ്യം പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണത്. 7 വിഭക്തിയുടെ പേരും അതിന്റെ പ്രത്യയവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 7 വരി പദ്യം നമ്മളുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ വിഭക്തി പഠിക്കാൻ വളരെ എളുപ്പമാണ്. നാമനിർദ്ദേശിക, പ്രതിഗ്രാഹിക എ, ഓട് സംയോജിക, ഉദ്ദേശിക ക്ക് ന് പ്രത്യയമായിടും. എന്താണ്? നാമനിർദ്ദേശിക, പ്രതിഗ്രാഹിക എ, ഓട് സംയോജിക, ഉദ്ദേശിക ക്ക് ന് പ്രത്യയമായിടും. അടുത്തത് ആൽ പ്രയോജിക, ഇന്ത്യ ഉടേ സംബന്ധിക, ആധാരിക ഇൽ കൽ പ്രത്യയമായിടും. അർത്ഥമറിയാത്ത എത്രയോ പദ്യങ്ങൾ പാട്ടുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ നാമനിർദ്ദേശിക, നിർദ്ദേശിക എന്ന് പറഞ്ഞ നാമം മാത്രം, പ്രതിഗ്രാഹിക എ, ഓട് സംയോജിക, ഉദ്ദേശിക ക്ക് ന്, ആൽ പ്രയോജിക ഇന്ത്യയുടെ സംബന്ധിക, ആധാരിക ഇൽ കൽ പ്രത്യയമായിടും. വിഭക്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാസം പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ സമാസത്തിൽ വരുന്ന പല കാര്യങ്ങളും വിഭക്തി പഠിച്ചാലേ നമ്മൾക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിഭക്തി ആദ്യം പറഞ്ഞത്. സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം സമാസം. വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗം സമാസം. തലയുടെ വേദന എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ വിഭക്തിയെ സൂചിപ്പിച്ചിട്ടുള്ള പദം ഉടയാണ്. ആ ഉട ഉപേക്ഷിച്ചിട്ട് പദങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ സമാസമായി. തലവേദന എന്ന് പറയുമ്പോൾ തല
ആദ്യ പദം, വേദന രണ്ടാമത്തെ പദം. തലയുടെ വേദന എന്ന് പറയുന്ന ഉടേ എന്ന് പറയുന്ന വിഭക്തിയെ നമ്മൾ കളഞ്ഞിട്ട് പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ തലവേദന എന്ന് വരുന്നു. ഇതാണ് സമാസം. വിഭക്തി കുറി കൂടാതെയുള്ള പദയോഗം സമാസം. മനസ്സിന്റെ ക്ലേശം, മനക്ലേശം എന്ന് പറയുന്ന വിഭക്തി കുറിയെ നമ്മൾ എടുത്തു കളഞ്ഞു. സമാസത്തിൽ 2 പദങ്ങളെങ്കിലും ഉണ്ടാവും. ആദ്യ പദത്തെ നമ്മൾ പൂർവപദമെന്നും രണ്ടാമത്തെ പദത്തെ നമ്മൾ ഉത്തരപദമെന്നും പറയും. ഈ പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസത്തിന് പറയുന്ന പേരാണ് അവ്യയീഭാവൻ. പൂർവപദത്തിനായിരിക്കും പ്രാധാന്യം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സ, യഥ, അനു, പ്രതി, ആ എന്നീ പദങ്ങൾ ഈ പൂർവപദത്തോട് ചേർന്ന് വരും. അതായത് സസ്നേഹം, സദയം, സവിനയം, യഥായോഗ്യം, യഥാവിധി, പ്രതിദിനം, ആമോദം, അനുദിനം, ഇങ്ങനെ സ, യഥ, അനു, പ്രതി, ആ എന്നീ പദങ്ങൾ ചേർന്ന് വരുന്ന പൂർവപദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ സമാസം അവ്യയീഭാവനാണെന്ന്. അപ്പൊ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗമാണ്. സമാസത്തിൽ 2 പദങ്ങളെങ്കിലും ഉണ്ടാകും. പൂർവപദവും ഉത്തരപദവും. പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസം അവ്യയീഭാവ സമാസം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസം. അതാണ് തൽപുരുഷ സമാസം. ഉത്തരപദത്തിന് പ്രാധാന്യം. സമാസത്തിൽ ഏറിയ പങ്കും കടന്നു വരുന്നത് തൽപുരുഷനിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച വിഭക്തിയിലെ എല്ലാം തൽപുരുഷനിൽ വരും. വരുന്ന പ്രത്യയത്തിനനുസരിച്ച് തൽപുരുഷൻ മാറുമെന്ന് മാത്രം. അപ്പൊ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തൽപുരുഷൻ. ഉദാഹരണം രാമബാണം. അതിനെ നമ്മളൊന്ന് വിഗ്രഹിക്കുന്നു. രാമന്റെ ബാണം. ശരിയായി വിഭക്തി നമ്മൾക്കറിയാമെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും ഇന്ത്യ എന്ന് പറയുന്നത് സംബന്ധികയാണ്. അപ്പൊ സമാസം സംബന്ധിക തൽപുരുഷൻ എന്ന് വരും. അത് നമുക്ക് വിഭക്തി നല്ലപോലെ പഠിച്ചതിന് ശേഷം നിങ്ങൾ അത് പഠിച്ചാൽ മതി. രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആ സമാസത്തിന് പറയുന്ന പേര് തൽപുരുഷനാണെന്ന് മനസ്സിലാക്കുക തൽക്കാലം. ഇനി ചിലപ്പോൾ ആദ്യ പദത്തിനുമല്ല രണ്ടാമത്തെ പദത്തിനുമല്ല മൂന്നാമത്തെ പദത്തിന് പ്രാധാന്യം വരും. അങ്ങനെ വരുന്ന സമാസത്തിന് പറയുന്ന പേരാണ് ബഹുവ്രീഹി. നമ്മൾ പറഞ്ഞു സമാസത്തിൽ 2 പദങ്ങൾ ഉണ്ടാകുമെന്ന്. 2 പദങ്ങളെങ്കിലും ഉണ്ടാകും. ഇതിൽ ആദ്യ പദത്തിന് അവ്യയീഭാവൻ, രണ്ടാമത്തെ പദത്തിന് തൽപുരുഷൻ, 2 പദത്തിനുമല്ലാതെ മൂന്നാമതൊരു പദത്തിന് അല്ലെങ്കിൽ അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് ബഹുവ്രീഹി. ഉദാഹരണം പീതാംബരൻ. 2 പദമാണ് അതിൻ്റെ അകത്തുള്ളത്, പീതവും അംബരവും. പീതം എന്ന് വെച്ചാൽ മഞ്ഞ, അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രം. കുറച്ച് വാക്കുകളുടെ അർത്ഥമൊക്കെ അറിഞ്ഞെങ്കിലേ നമ്മൾക്ക് വിഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിനെ നമ്മൾ വിഗ്രഹിക്കേണ്ടത് പീതമായ അംബരത്തോട് കൂടിയവൻ ആരോ അവൻ. അവിടെ പീതത്തിനുമല്ല പ്രാധാന്യം, അംബരത്തിനുമല്ല പ്രാധാന്യം. മറിച്ച് പീതമായ അംബരത്തോട് കൂടിയവൻ ആരോ അവൻ, അവനാണ് പീതാംബരൻ. ആരാണത്? ശ്രീകൃഷ്ണൻ. അപ്പോ ഒന്നാമത്തെ പദത്തിനോ രണ്ടാമത്തെ പദത്തിനോ പ്രാധാന്യം കൊടുക്കാതെ മൂന്നാമത്തെ പദത്തിന് പ്രാധാന്യം കൊടുത്താൽ അത് ബഹുവ്രീഹി സമാസം. മയൂരവാഹനൻ. മയൂരം വാഹനമായിട്ടുള്ളവൻ ആരോ അവൻ. സുബ്രഹ്മണ്യനാണ്, മുരുകനാണ്. യദുകുലപതി. യദുകുലത്തിന്റെ പതിയായിട്ടുള്ളവൻ ആരോ അവൻ. അപ്പോ യദുകുലത്തിനുമല്ല, പതിക്കുമല്ല, മയൂരത്തിനുമല്ല, വാഹനത്തിനുമല്ല, പീതത്തിനുമല്ല, അംബരത്തിനുമല്ല. എല്ലാം നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ആരോ അവൻ അല്ലെങ്കിൽ ആരോ അവൾ അല്ലെങ്കിൽ ഏതോ ഒന്ന് ഇങ്ങനെ വന്നാൽ ആ സമാസത്തിന് പറയുന്ന പേരാണ് ബഹുവ്രീഹി സമാസം. ആദ്യ പദത്തിന് പ്രാധാന്യമുള്ളത് അവ്യയീഭാവൻ, രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യമുള്ളത് തൽപുരുഷൻ, 2 പദത്തിനുമല്ല മൂന്നാമത്തെ പദത്തിനാണ് പ്രാധാന്യമെങ്കിൽ ബഹുവ്രീഹി. നാലാമത്തേത് ദ്വന്ദ്വ സമാസം. അതായത് ചിലപ്പോൾ 2 പദത്തിനും തുല്യ പ്രാധാന്യം വരും. അച്ഛനമ്മമാർ. എങ്ങനെ വിഗ്രഹിക്കും നമ്മള്? അച്ഛനും അമ്മയും 2നും തുല്യ പ്രാധാന്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ. ഭാര്യയും ഭർത്താവും തുല്യ
പ്രാധാന്യമാണ് രണ്ടിനും. രാപ്പകൽ, രാവും പകലും. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. ജരാനര, ജരയും നരയും. ഇങ്ങനെ പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വന്നാൽ ആ സമാസത്തിന് പറയുന്ന പേരാണ് ദ്വന്ദ്വ സമാസം. അപ്പൊ പദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 4 വേർതിരിവ് നമ്മൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആദ്യ പദത്തിന് അവ്യയീഭാവൻ, രണ്ടാമത്തെ പദത്തിന് തൽപുരുഷൻ, മൂന്നാമത്തെ പദത്തിന് ബഹുവ്രീഹി, 2 പദത്തിനും തുല്യ പ്രാധാന്യം വന്നാൽ അത് ദ്വന്ദ്വ സമാസം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സമാസം എന്നാൽ വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം. സമാസം തീർന്നില്ല. പദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം. അടുത്തത് കർമ്മധാരയ സമാസം. കർമ്മധാര എന്ന് പറഞ്ഞാൽ പൂർവോത്തര പദങ്ങൾ വിശേഷണ വിശേഷ്യങ്ങളായിട്ട് വരിക. പൂർവപദവും ഉത്തരപദവും വിശേഷണ വിശേഷ്യങ്ങളായിട്ട് വരിക. എന്താ ഈ വിശേഷണ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ? പൂവെന്ന് പറയുന്നത് ഒരു വിശേഷ്യമാണ്. ചുവന്ന പൂവ് എന്ന് പറയുന്നത് പൂവിന്റെ വിശേഷണമാണ്. അല്ലെങ്കിൽ നീലത്താമര, താമരയുടെ വിശേഷണമാണ് നീല. നീലാകാശം, ആകാശത്തിന്റെ വിശേഷണമാണ്. ഇങ്ങനെ പൂർവോത്തര പദങ്ങൾ വിശേഷണ വിശേഷ്യങ്ങളായിട്ട് വരികയോ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന് വരികയോ ചെയ്താൽ ആ സമാസത്തിന് പറയുന്ന പേരാണ് കർമ്മധാരയ സമാസം. ഇപ്പൊ മഞ്ഞക്കിളി എങ്ങനെ വിഗ്രഹിക്കും? മഞ്ഞയായ കിളി. നീലത്താമര, നീലയായ താമര. ഇങ്ങനെ ആയ വരികയോ വിശേഷണ വിശേഷങ്ങൾ പൂർവോത്തര പദങ്ങളോ ആയി വന്നാൽ അതിനെ നമ്മൾ കർമ്മധാരയൻ എന്ന് പറയുന്നു. അടുത്തത് ദിഗുസമാസം. എന്താണ് ദിഗുസമാസം? പൂർവപദം സംഖ്യയെ കുറിക്കുന്നുവെങ്കിൽ ദിഗുസമാസം. പഞ്ചഭൂതം, ത്രിലോകം, ത്രിമൂർത്തി. ഇവിടേക്ക് ആദ്യ പദം എന്താണ്? സംഖ്യയാണ്. ത്രിലോകം എന്ന് വെച്ചാൽ 3 ലോകം. പഞ്ചഭൂതം 5 ഭൂതം. എന്നാൽ പഞ്ചബാണൻ എന്ന് വന്നാലോ? അവിടെയും ആദ്യ പദം സംഖ്യയാണ്. നമ്മൾ പെട്ടെന്ന് കയറി ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ദിഗുസമാസം എന്ന് പറയരുത്. പഞ്ചബാണൻ എന്ന് പറഞ്ഞാൽ 5 ബാണമുള്ളവൻ ആരോ അവൻ, കാമദേവനാ. ബഹുവ്രീഹി അസമാസം. മുക്കണ്ണ് എന്ന് പറയുന്നത് ദിഗുസമാസമാണ്. എന്നാൽ മുക്കണ്ണൻ എന്ന് പറഞ്ഞാലോ? 3 കണ്ണോട് കൂടിയവൻ ആരോ അവൻ, ശിവനാണ്. അപ്പൊ ദിഗുസമാസം എന്ന് പറഞ്ഞാൽ പൂർവപദം സംഖ്യയെ കുറിക്കുന്നു. അങ്ങനെ വന്നാൽ ദിഗുസമാസം. അടുത്തത് നിത്യസമാസം. ചില പദങ്ങൾ നമ്മൾക്ക് ഘടകപദങ്ങളായിട്ട് വിഗ്രഹിക്കാൻ പറ്റില്ല. വിഗ്രഹിച്ചാൽ അതിന്റെ അർത്ഥം ശരിയാവില്ല, വിഗ്രഹിക്കാൻ പറ്റില്ല. അർത്ഥം അറിയത്തക്ക തരത്തിൽ വിഗ്രഹിക്കാൻ പറ്റാത്ത ചില പദങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ വരുന്നതാണ് നിത്യസമാസം. ചെമ്പരത്തി നമുക്ക് വിഗ്രഹിക്കാൻ പറ്റില്ല, ചുവന്ന പരത്തിയല്ല. ചെറുതേൻ വിഗ്രഹിക്കാൻ പറ്റില്ല, ചെറിയ തേനല്ല. ഇങ്ങനെ വിഗ്രഹിക്കാൻ പറ്റാത്ത പദങ്ങളെയാണ് ഏതിൽപ്പെടുത്തുന്നത്? നിത്യസമാസത്തിൽപ്പെടുത്തുന്നത്. ഒന്നുകൂടി നോക്കുക. കർമ്മധാരയൻ എന്ന് പറഞ്ഞാൽ പൂർവോത്തര പദങ്ങൾ വിശേഷണ വിശേഷങ്ങളായിട്ട് വരിക, അല്ലെങ്കിൽ വിഗ്രഹിക്കുമ്പോൾ ആയ വരിക. ദിഗുസമാസം പൂർവപദം സംഖ്യയായിട്ട് വരിക. നിത്യസമാസം ഘടകപദങ്ങളായിട്ട് നമ്മൾക്ക് വിഗ്രഹിക്കാൻ പറ്റാതെ വരിക. അതിനെയാണ് നിത്യസമാസം എന്ന് പറയുന്നത്. അടുത്തത് നഞ്സമാസം. ഇല്ല എന്നർത്ഥം വരുന്ന സമാസം. അശുഭം, ശുഭമല്ലാത്തത്. അശാന്തി, ശാന്തിയില്ലാത്തത്. ഇങ്ങനെ ഇല്ല നിഷേധാത്മകമായിട്ട് വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിന് പറയുന്ന ആ സമാസമാണ് നഞ്ഞ് സമാസം. അടുത്തത് മധ്യമ പദ ലോപി സമാസം. പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. നമ്മൾ സമാസത്തിലേക്ക് വരുമ്പോൾ അർത്ഥമുള്ള മധ്യപദം ലോപിച്ചു പോയാൽ അതാണ് മധ്യമ പദലോപി സമാസം. തീവണ്ടി എങ്ങനെ വിഗ്രഹിക്കാം? തീ കൊണ്ട് പ്രവർത്തിക്കുന്ന വണ്ടി. തീവണ്ടി എന്ന് പറയുന്നിടത്ത് പ്രവർത്തിക്കുന്ന എന്ന അർത്ഥമുള്ള മധ്യപദം ലോപിച്ചു പോയി. വെണ്ണക്കണ്ണൻ, വെണ്ണയോട് പ്രിയമുള്ള കണ്ണൻ, പ്രിയമുള്ള എന്ന അർത്ഥമുള്ള മധ്യപദം ലോപിച്ചു പോയി. എള്ളെണ്ണ,
എള്ളിൽ നിന്നും എടുക്കുന്ന എണ്ണ. വിഗ്രഹിക്കാൻ അറിയണം. എടുക്കുന്ന എന്ന അർത്ഥമുള്ള മധ്യപദം ലോപിച്ചു പോയി. അപ്പോ സമാസത്തിൽ അർത്ഥമുള്ള മധ്യപദം ലോപിച്ചു പോയാൽ മധ്യമ പദലോപി സമാസം. അടുത്തത് ഉപമിത തൽപുരുഷൻ. തൽപുരുഷന്റെ ഒരെണ്ണം തന്നെയാണ് ഉപമിത തൽപുരുഷ സമാസം. നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ഉപമാവാചകമായ പോലെ വന്നാൽ, പോലെ ഉപമാവാചകം പോലെയാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. രണ്ട് വസ്തുക്കളെ വർണ്ണിക്കുമ്പോൾ അതുപോലെ എന്ന് വരിക. തേൻ മൊഴി, രണ്ട് വാക്കുകളാണ്. തേൻ പോലെയുള്ള മൊഴി. പൂ മെയ്യ്, പൂ പോലെയുള്ള മെയ്യ്. ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ പോലെ എന്ന് വന്നാൽ, പോലെ ഉപമാവാചകം വന്നാൽ അതിനെയാണ് നമ്മൾ ഉപമിത തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ രൂപക തൽപുരുഷ സമാസം. രൂപക തൽപുരുഷ സമാസം. രൂപകവും ഒരു അലങ്കാരം തന്നെയാണ്. രണ്ട് കാര്യങ്ങളെ നമ്മൾ വർണ്ണിക്കുമ്പോൾ വർണ്ണ്യവസ്തുവും അവർണ്യവസ്തുവും തമ്മിൽ ഒരു ഭേദവുമില്ല. ഭേദം, ഒരു ഭേദവുമില്ലാതെ വന്നാൽ അതാണ് രൂപകത്തിന്റെ ലക്ഷണം. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വിഗ്രഹിക്കുമ്പോൾ ആകുന്ന എന്ന് വന്നാൽ രൂപക തൽപുരുഷ സമാസം. മാനസ സരസ്, മനസ്സാകുന്ന സരസ്. മനസ്സും സരസും തമ്മിൽ ഭേദം, ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ പറയാവോ? നമ്മൾ വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് ഒരു വേണ്ടാത്തൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വന്നാൽ വല്ലാതെ ആകുലപ്പെടും നമ്മൾ. ഇളക്കമില്ലാതെ കിടക്കുന്ന സരസിലേക്ക് അല്ലെങ്കിൽ തടാകത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ ഓളങ്ങൾ വന്നു നിറയും. ആ ഒരു അർത്ഥത്തിൽ മനസ്സും സരസും തമ്മിൽ ഭേദം, ഒരു ഭേദവുമില്ല. അപ്പൊ മാനസ സരസ് എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന സരസ്. ഇനി ജീവിത നൗകയോ? ജീവിതമാകുന്ന നൗക. നൗക എന്ന് വെച്ചാൽ വഞ്ചി. എങ്ങനെയാണ് നമ്മളുടെ ജീവിതം പോകുന്നത്? ചിലപ്പോൾ നല്ല സുഖമായിട്ടങ്ങ് പോകും. ഓർക്കാപ്പുറത്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ ജീവിതം ഒന്ന് ആടി ഉലയും. നൗകയും അതുപോലെ തന്നെ. ചിലപ്പോൾ അതിന് പ്രതികൂലമായ കാലാവസ്ഥയൊന്നും ഇല്ല എങ്കിൽ സുഖമായിട്ട് പോകും. പ്രതികൂല കാലാവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആടി ഉലയും. അങ്ങനെ നോക്കുമ്പോൾ ജീവിതവും നൗകയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയാം. അപ്പൊ ജീവിതമാകുന്ന നൗക. ഇങ്ങനെ സമാസത്തെ നമ്മൾക്ക് 11 വേർതിരിക്കാം. 11 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വ്യാകുലപ്പെടാനൊന്നുമില്ല. ആദ്യത്തെ 4 പദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബാക്കി നമ്മൾ വിഗ്രഹിക്കുമ്പോൾ വരുന്ന പദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. സമാസം എന്നാൽ വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം സമാസം. വിഭക്തിക്കുറി പാടില്ല. തലയുടെ വേദന, വിഭക്തിക്കുറിയുടെയാണ് തലവേദന, അതാണ് സമാസം. ആദ്യ പദത്തിന് പ്രാധാന്യം വന്നാൽ അവ്യയീഭാവ സമാസം. ആദ്യ പദത്തിന്റെ കൂടെ എന്ത് വരും? സ, യഥ, അനു, പ്രതി, ആ. സസ്നേഹം, സവിനയം, യഥായോഗ്യം, അനുദിനം, പ്രതിവാരം, ആമോദം എന്നിങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ അവ്യയീഭാവ സമാസം. രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യമെങ്കിൽ തൽപുരുഷ സമാസം. തൽപുരുഷനിൽ കുറെ എണ്ണം വരുന്നുണ്ട്. വിഭക്തി പഠിച്ച 7, പിന്നെ രൂപക തൽപുരുഷനും ഉപമിത തൽപുരുഷനും വരും. പ്രത്യയം വരുന്നതിനനുസരിച്ച് ആ സമാസത്തിന് മാറ്റം വരും. ഇപ്പൊ രാമബാണം, രാമന്റെ ബാണം, ഇന്റെ വന്നാൽ സംബന്ധിക തൽപുരുഷൻ. മാങ്ങാക്കറി, മാങ്ങയാൽ കറി, ആൽ വന്നാൽ പ്രയോജിക തൽപുരുഷൻ. പുഴവെള്ളം, പുഴയിലെ വെള്ളം, ഏ വന്നാൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ. ഇങ്ങനെ പ്രത്യയം വരുന്നതിനനുസരിച്ചുള്ള മാറ്റമേ അതിനുള്ളൂ. പൊതുവെ അത് തൽപുരുഷനിൽ വരും. ഇനി മൂന്നാമതൊരു പദത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആദ്യ പദത്തിന് അവീഭവൻ, രണ്ടാമത്തെ പദത്തിന് തൽപുരുഷൻ, മൂന്നാമത്തെ പദത്തിനാണ് പ്രാധാന്യമെങ്കിൽ ബഹുവ്രീഹി സമാസം. പീതാംബരൻ, പീതമായ അമ്പരത്തോട് കൂടിയവൻ, ആരോ അവൻ. പീതത്തിനുമല്ല പ്രാധാന്യം, അമ്പരത്തിനുമല്ല പ്രാധാന്യം. മയൂരവാഹനൻ, മയൂരം വാഹനമായിട്ടുള്ളവൻ, ആരോ അവൻ. മയൂരത്തിനുമല്ല പ്രാധാന്യം, വാഹനത്തിനുമല്ല പ്രാധാന്യം, മുരുകനാണ് പ്രാധാന്യം.
ഇനി രണ്ട് പദത്തിനും തുല്യ പ്രാധാന്യം വന്നാൽ ദ്വന്ദ്വ സമാസം. രാപ്പകൽ, രാവും പകലും. ജരാനര, ജരയും നരയും. ഇങ്ങനെ പദങ്ങളുടെ അടിസ്ഥാനത്തിൽ 4ഉം ബാക്കി വരുന്ന വിഗ്രഹിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് സമാസത്തെ വേർതിരിച്ചിട്ടുള്ളത്. ആയ വന്നാൽ കർമ്മധാരയൻ, സംഖ്യ വന്നാൽ ദിഗു, വിഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിത്യസമാസം, ഇല്ല എന്നർത്ഥം വന്നാൽ നഞ്ഞ് സമാസം, മധ്യപദം ലോപിച്ചു പോയാൽ മധ്യമപദലോപി സമാസം, പോലെ വന്നാൽ ഉപമിത, ആകുന്ന വന്നാൽ രൂപകം. ഉദാഹരണ സഹിതം പഠിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഉദാഹരണങ്ങൾ ചിലപ്പോൾ വരും. നമ്മൾ പറഞ്ഞു ആദ്യപദം സംഖ്യയാണെങ്കിൽ ദിഗുവാന്ന് പറഞ്ഞു. ചിലപ്പോൾ 4, 5 സമാസം ഏതെന്ന് ചോദിക്കുമ്പോൾ 4 കാണുമ്പോഴേക്കും നമ്മൾ ചാടി അത് ദിഗു എന്ന് പറയരുത്. 4, 5 നമ്മൾ വിഗ്രഹിച്ച് നോക്കണം. 4ഓ 5ഓ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ അത് ദ്വന്ദ്വ സമാസമാണ്. അതുപോലെ മുക്കണ്ണൻ 3 എന്ന് വന്നപ്പോഴേക്കും നമ്മൾ അത് ദിഗുവാന്ന് പറയരുത്. മുക്കണ്ണൻ എന്ന് പറഞ്ഞാൽ 3 കണ്ണോട് കൂടിയവൻ ആരോ അവൻ, ബഹുവ്രീഹിയാണ്. പീതാംബരം നമ്മൾ നേരത്തെ പറഞ്ഞു, പീതാംബരൻ ബഹുവ്രീഹിയാണെന്ന് പറഞ്ഞു. പീതാംബരം, പീതമായ അമ്പരം, അവിടെ ആയ വന്നാൽ കർമ്മധാരയനാണ്. ഇങ്ങനെ ഇന്ന് കാറ്റഗറൈസ് ഇത് പഠിച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു പോർഷനാണ് സമാസം. ആവർത്തിച്ച് വായിച്ചു പഠിക്കുക. ഉദാഹരണങ്ങൾ സ്വയം ഉണ്ടാക്കി നോക്കുക. വന്നിട്ടുള്ള ചോദ്യപേപ്പറുകളിലെ സമാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വിഭക്തി ആദ്യം പഠിക്കുക.